ഒരുപാട് കബളിപ്പിക്കൽ നടത്തിയ അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് ചരിത്രം പറയുന്നിടത്ത് നിന്ന് ഖസദുർ റുഖ്സത്ത് ബിദാലിക എന്നത് കിതാബിൽ നിന്ന് കിട്ടു. അതുപോലെ അബുൽ ഖൈർ തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നിടത്ത് നിന്ന് മഹാനവറുകൾ നിസ്കരിക്കലില്ല, നിസ്കരിച്ച് നോക്കുമ്പോൾ ഫാത്തിഹ തന്നെ ഓതിയില്ല എന്ന് പറഞ്ഞിട്ട് ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ എന്നുള്ളിടത്ത് നിന്ന് മുസ്തവിയൻ എന്ന് കണ്ടിട്ട് ഫലം യഖ്റഇൽ ഫാത്തിഹ എന്ന് ഒച്ചട്ട് പറഞ്ഞാൽ അവിടെയും ആളുകളെ കബളിപ്പിക്കാൻ നോക്കി. മഹാനായ അബുൽ ഖൈർ തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിക്കലന്നില്ല, നിസ്കരിച്ച് നോക്കുമ്പോൾ ഫാത്തിഹ ഓതിയില്ല എന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. ആ രീതിയിൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരുപാട് തിരുമറികളും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ അത് ലോകത്തിന്റെ മുമ്പിൽ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നടത്തിയപ്പോഴാണ് ഇപ്പോഴാണ് ഇങ്ങോട്ട് ഒരു കുഞ്ഞായും കൊടുക്ക് കുടിഞ്ഞാൽ വേഗം ചാടുക പഴകി പിടിച്ച ആരോപണത്തിലേക്ക്. അവിടെയാണ് ഞാൻ പറഞ്ഞത് പോവാനായിട്ടില്ല, നസീഹത്തുൽ ലബീബിന്റെ വസ്തുത്ത് വരാനുണ്ട്, അൾജീരിയയിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിക്കാണ്. അത് ഇതുവരെ വന്നിട്ടുണ്ടോ ഇല്ലേ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇവിടെ പറയാം നമ്മള് എന്താ ഈ ഗ്രൂപ്പിൽ ആ വിഷയം എന്ന് തുറന്ന് പറയാൻ നിങ്ങൾക്ക് മടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക് അത്തറയിൽ മുക്കിയപ്പോൾ നേൽ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ലാതിരിക്കുക എന്നുള്ള മോചിതത്താണ്. മോചിതത്ത് അത് എപ്പോഴും പ്രകടമായിക്കൊള്ളണം എന്നില്ല. ഇതൊക്കെ പറഞ്ഞ നൗഷാദ് മൗലവിയാണ്. അപ്പൊ മൂപ്പരോട് നമുക്ക് വിഷയങ്ങൾ നേരിട്ട് ഇവിടുന്ന് ചർച്ച ചെയ്യാം. അതിന് വേണ്ടി നിങ്ങളെ ഗ്രൂപ്പല്ലേ, നിങ്ങൾ ആളുകളല്ലേ ഉള്ളത്, ഞാനും ഒരു ഷഫീഖ് സാദി മാത്രമല്ലേ ഇതിലുള്ളൂ പുറത്തുനിന്ന്. അപ്പൊ നമുക്ക് ഇതിൽ സൗഹൃദപരമായിട്ട് തന്നെ ചർച്ച ചെയ്തൂടെ? ഇതാ ഞാൻ ചോദിക്കണേ. എന്താണ് മജീദെ ഈ പറഞ്ഞത്? പച്ച നമ്മളെ പറയല്ലേ. നൗഷാദ് ഹസനി റസൂലുള്ളാഹിന്റെ ചേർ മുബാറക്കിന് നേലുണ്ട് എന്ന് പറഞ്ഞ ഒരു വാചകം തെളിയിക്കാൻ എനിക്കൂടെ കഴിയും ഉണ്ടെങ്കിൽ ആദ്യം തെളിയിക്ക്. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. വലിയ ചർച്ചയ്ക്ക് വേണ്ടി വന്ന് ചർച്ച ചെയ്യാം. നമുക്ക് ഇതുകൊണ്ട് ആദ്യം പച്ചക്കളവ് പറഞ്ഞ് തിരുത്തി കേട്ടോ. നൗഷാദ് ഹസനി പിന്നെ ഷെർ മുബാറക്ക് അത്തരം മുഖ്യമന്ത്രി ഷെർ മുബാറക്കിന് നേരുണ്ട് എന്ന് പറഞ്ഞ ഒരു വാചകം തെളിയിക്കാൻ ആൺകുട്ടിയാണ് തെളിയിക്ക് കേട്ടോ. ബാക്കി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാം. അത് ഞങ്ങൾക്ക് ചർച്ച വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. അതിന്റെ ആശനിയത്തെ കത്തറ നമുക്ക് കാണിക്കാം. ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ. ആള് പിന്നെ മാറി. ഇതിങ്ങനെ ഒരു വോയിസ് വിടാ, പിന്നെ വേറെ ആള്, ഇതിങ്ങനെ 15-18 ആൾക്കാർ വരാതെ ഈ ഒരു വിഷയം തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു ഇതിലേക്ക് പറ്റിയ ഒരാളെ കൊണ്ടുവരാനുള്ള ചർച്ചയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. മൂപ്പര് വന്നാണ്ട് സാറ് മാർക്കാം നമ്മൾ തീരുമാനമാക്കുക. ആരോടെ ചർച്ച ചെയ്യണം? ആരപ്പത്? വല്ലാത്ത കഷ്ടം തന്നെ. ഒരു പണ്ഡിതോചിതമായി കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകളെ കൊണ്ടുവരിങ്ങനെ മൂപ്പര് സാറന്മാർക്ക് ഇപ്പൊ തീരുമാനമാക്കിയാൽ എന്താ ഇത് പിന്നെ പയമ്പൂര് വെച്ചത് എണ്ണേറ്റാണ്ട് കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ വരി. അല്ലാതെ എന്താ പതിനൊക്കെ പറയാം. പഠിച്ചിട കാലത്ത് ഉസ്താദിന്റെ അടുത്ത് നമുക്ക് വൈദ്യം ശേഖർ വരുന്നുണ്ട്. വൈദ്യം ശേഖരനെ കാണാൻ പോവാണ്, ബഗ്ദാദ് പോവാണ്, അവിടെ പോവാണ്, ഇവിടെ പോവാണ്, കാട്ടു പോയി തന്നാൽ ഒന്നും തിരിയില്ല. അങ്ങനത്തെ ആൾക്കാരെ കൂടെ കൂടിയാലും തിരിയില്ല. അതാണ് നിങ്ങൾ പറഞ്ഞ് കറക്റ്റാണ്. ഇത് ആളെ മനസ്സിലായിട്ടില്ല. ശരി തന്നെയാണ്. ആ സമയത്ത് അണ്ടി വെക്കാനും കാട്ടു പോയി തന്നാലും ഒന്നും കിതാബ് തിരിയില്ല. അങ്ങനത്തെ ആൾക്കാരെ പിൻപറ്റിയത് കൊണ്ടാണ് ഇപ്പൊ ഇത്തരം ഒരു ഗതികളിലേക്ക് എത്തിപ്പെടേണ്ടി വന്നത്. കിതാബ് കട്ടുമുറിക്കാനും കിതാബ് നിവാറത്ത് കട്ട് വായിച്ചാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിച്ചാനൊക്കെ തുനിയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് കൃത്യമാണ്. അതുകൊണ്ട് അണ്ടി പറിക്ക് നടക്കരുതെന്ന് പ്രത്യേകിച്ച് പറയണം. കാട്ടിൽ പോയി കുത്തിരുന്നാണ് കിതാബ് പോകുന്ന നേരത്ത് ബഗ്ദാദിൽ പോയി കുറിച്ച് അങ്ങോട്ട് പോയി അവിടെ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. അല്ലാഹു തആല എല്ലാവർക്കും ഇതാ. അതല്ലേ മുസ്ലിയാരെ ഈ പറഞ്ഞത്. ഗ്രൂപ്പിലാകുമ്പോ പിന്നെ പലരും ഇടപെടും, പലരും ഇടയ്ക്ക് വെച്ച് പോകും. അപ്പൊ ഗ്രൂപ്പിലാകുമ്പോൾ ചർച്ച പൂർത്തീകരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് പറഞ്ഞത് നേർക്ക് നേരെ ചർച്ച ചെയ്യാൻ. നിങ്ങൾ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടോന്നാ ഉസ്താദ് ചോദിച്ചത്. അപ്പൊ ആള് മാറിയത് നിങ്ങൾ പരിഹരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അബുത്തൈനാത്തിന്റെ കഥ പറയണ്ട, നിങ്ങൾ മഖ്തൂത്തിന്റെ കഥ പറയണ്ട. ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. നിങ്ങൾ മഖ്തൂത്ത് കൊണ്ടുവരേണ്ട ബാധ്യതയുള്ള നിങ്ങളിപ്പോ മഖ്തൂത്തുമായിട്ട് കറങ്ങുകയാണ്. അപ്പൊ ആ മഖ്തൂത്തൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, നേർക്ക് നേരെ ഇരുന്ന് സംസാരിക്കാൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാ പിശാചാവുമല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. മുത്തനബി തങ്ങൾക്ക് ന്യായമുണ്ടോ ഇല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെർ മുബാറക്കിന് ന്യായമുണ്ടോ ഇല്ലേ, പേരോടിന്റെ മൗലാനന്റെ വാദം എന്താണ്, കഴിഞ്ഞ കാലങ്ങളിൽ പ്രസംഗിച്ചത് ഇപ്പോഴും പിന്നെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ട്. ചർച്ച ചെയ്യാം. നേർക്ക് നേരെ ധൈര്യം മൂല്യങ്ങൾക്ക് വേറെ ഗുണാ ധൈര്യം. എന്താ ഇത് കഥ? ഇവിടെ നിന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ ആണത്തില്ലാത്ത ആൾക്കാരെ നേർക്ക് നേരുണ്ടോ എന്താ നിങ്ങൾക്ക് അവസ്ഥ? ഞാൻ ആലോചിക്കാണ്. ഇന്നെ സംബന്ധിച്ച് ഇവിടെ വിവരമില്ലാത്തവൻ മണ്ടൻ എന്തൊക്കെയാ ഇവിടെ എഴുതി വിട്ടു പറഞ്ഞു എന്നറിയാം. ഒരു കുഴപ്പമില്ല, ശരി തന്നെയാണ്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയ നല്ലൊരു അവസരമല്ലേ സുഹൃത്തുക്കളെ? ഇത് ഞാനൊരു വിവരം കെട്ടവനാണ്, ഞാനൊരു മണ്ടനാണ്, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? ഇവിടെ വന്നാൽ പോലെ എന്തെങ്കിലും വരാത്തത് അറിയാ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരിങ്ങള്. ഞാൻ നേരത്തെ ഇതിനൊക്കെ മറുപടി മേലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് ആൾ മാറി വരുന്നോണ്ടാണ് ഇതിന് ഒക്കെ കൂടി ഇതിങ്ങനെ പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. ഞാൻ ഒരു മനുഷ്യനോട് നിങ്ങൾ 10-18 ചില ആൾക്കാരുണ്ട്. നിങ്ങൾ ഓരോരുത്തർ വന്നാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞൊക്കെ വീണ്ടും പറയാൻ ഇന്നെ കൊണ്ട് കഴിയൂല. അത് നൗഷാദ് മൗലവിക്ക് പറ്റും. ഇന്ന് ഇവിടെ പറഞ്ഞത് അതെന്നെ നാളെ അവിടെ പറയാൻ പറ്റും. മുമ്പ് ഇന്ന് പറഞ്ഞ നിങ്ങൾ കേട്ട്, നാളെ പറഞ്ഞ നിങ്ങൾ കേട്ട്, മറ്റന്നാൾ പറഞ്ഞ നിങ്ങൾ തന്നെ. ഇതിപ്പോ ഒരു ടീം ഇങ്ങനെ കസാലി മുടിച്ചാൽ ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പൊ അത് നിങ്ങളെ കൊണ്ട് പറ്റും, ഇന്നെ കൊണ്ട് എനിക്ക് കഴിയൂല. പറഞ്ഞ് വീണ്ടും പറയാൻ അതൊരു പ്രയാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതിന് വല്ല ഫായതില്ലല്ലോ. നിങ്ങൾ നേരെ പോയാണ്ട് എന്റെ വോയിസ് ഒക്കെ കേട്ടാൽ മതി. ഞാനൊക്കെ മറുപടി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, ഇന്ന ഒഴിവാക്കി കളയുന്നത് എന്തിനാ നിങ്ങൾ വേഷറാകുന്നത്? ഇന്ന ഒഴിവാക്കിയാൽ മതി. ഞാനിപ്പോ തീരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതിൽ ആഡ് ചെയ്തതാണല്ലോ. അപ്പൊ ഞാൻ ആ വിഷയം ചർച്ച ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചോദിക്കണത്. പിന്നെ നിങ്ങളെ ഇതിന്റെ അല്ലമീൻ ഗ്രൂപ്പിന്റെ അതിന്റെ ലക്ഷ്യം തന്നെ അതിൽ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ആധികാരികമായിട്ട് ഇടപെടൽ നടത്തുന്ന ഗ്രൂപ്പാണ്. ആ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് ഞാൻ അങ്ങനെ നിൽക്കണേ. ഒന്നിക്ക് പറ്റില്ല നിങ്ങളുടെ ഒഴിവാക്കി കളി. ഓക്കെ മജീദ് ഉസ്താദോ, തൊഴിയൂർ ഉസ്താദിനെയും ഹസനി ഉസ്താദിനെയും അൻവരി ഉസ്താദിനെയും ഞാൻ കൊണ്ടുവരാം. നിങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നിങ്ങൾ കൊണ്ടുവരൂ. നമുക്ക് പഠിക്കാൻ ഒരു തുറന്ന അവസരം. സമൂഹത്തിന് പഠിക്കട്ടെ, ജനങ്ങളിത് മനസ്സിലാക്കട്ടെ.
അതുകൊണ്ട് ഒരു തുറന്ന ഒരു സംവാദം, അത് വേണ്ട. നമ്മൾ വലിയ സ്റ്റേജും കിട്ടിയിട്ടൊന്നും വേണ്ട. നമുക്ക് ഒരു വട്ടമേശ ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട്, ഒരു ഹാളിലോ മറ്റോ ഇരുന്നിട്ട്, ഒരു വട്ടമേശക്ക് ചുറ്റുമൊന്ന് ഇരുന്നിട്ട് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാം. നമുക്കത് ലൈവ് ഇട്ടാൽ മതിയല്ലോ. അന്ന് എല്ലാവരും ഇത് കേൾക്കും. അത് ലൈവ് ഇട്ടാൽ മതി. നിങ്ങൾ കൊണ്ടുവരൂ. അതിനുള്ള സമയവും സാഹചര്യവും നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ ഡേറ്റ് തന്നെ പറഞ്ഞോളൂ. സ്ഥലം ഞാൻ ഒരുക്കി തരാം. നിങ്ങൾ നിങ്ങളുടെ സമയവും ഡേറ്റും പറഞ്ഞോളൂ. നമുക്ക് സംവദിക്കാം. എന്താ സുഹൃത്തെ, ഇന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് ഏത് രീതിയിലാണ്? ഞാൻ മേലെ വിട്ടല്ലോ. വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചേ. എന്റെ ഇപ്പം നിങ്ങൾ അതിന് തയ്യാറല്ലേ? ഇപ്പം നിങ്ങൾ ഒട്ടമേശ, മറ്റേ തീരണ കസാല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം ചങ്ങാമരെ? വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ഇന്നതി കൊടുന്ന് ആഡ് ചെയ്താണ്ട് ഇപ്പം നിങ്ങൾ ഇങ്ങനെ കടന്ന് വരകണം എന്തിനാ? ഇപ്പം ആൾ പിന്നെ മാറിയല്ലോ. എത്താണപ്പത് ഞാൻ നേരം പോലത്തെ ഇതുവരെ എത്ര ആൾക്കാരോടൊപ്പം ഇതൊക്കെ പറഞ്ഞത്. എന്തെങ്കിലും ഇങ്ങനെ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇതിൽ ആഡ് ചെയ്ത് തന്നെ ഞാൻ അതിന് റെഡിയാന്ന് പറഞ്ഞാണ്ട് ആളെ കൊണ്ടുവരിന്ന് പറഞ്ഞപ്പം റെഡി ഒരു മേസെടുത്തോണ്ട് അവിടെ കുത്തർക്കാൻ ചുറ്റോടും എന്ത് കാര്യപ്പത്തിരക്കല്ലേ? ഇതിനാണെങ്കിൽ നിങ്ങളുടെ ഒഴിവാക്കി തീർന്നത് നിങ്ങൾ ആഡ് ചെയ്തല്ലേ? നിങ്ങളുടെ ഒഴിവാക്കി കളി. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാര്യം. അതേ വിഷയത്തിൽ തന്നെ സംസാരിക്കാം. നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എടുത്തത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലാണെങ്കിൽ നിഴലുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ വാദെഴുതി ആദ്യം. നിങ്ങളുടെ വാദെഴുതി, എന്നിട്ട് വാദം വ്യവസ്ഥയും ഒക്കെ തീരുമാനിച്ചിട്ട് സമയവും ഡേറ്റ് ഒക്കെ നമുക്ക് തീരുമാനിക്കാം. അത് ഗ്രൂപ്പിൽ നിന്നാവാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഇരുന്നിട്ട് ചർച്ച ചെയ്യാം. അത് സമൂഹം കാണട്ടെ. അതാ വേണ്ടത്. എന്താ പെങ്ങളെ വിഷയത്തിൽ ഊന്നിയ ചർച്ചക്ക് എന്ന് പറഞ്ഞ് ഇന്നതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ റെഡിയാണെന്ന് വിഷയത്തിൽ ഊന്നിയ ചർച്ച ചെയ്യാനേ. അതിനല്ല എന്നതിൽ ആഡ് ചെയ്ത് ഞാൻ അതിന് റെഡി ആയിട്ടല്ലേ വന്നത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ അത് ഇത് എന്നിട്ട് പിന്നെ വേറെ സ്ഥലം നിശ്ചയിക്ക്, എന്നിട്ട് അവിടെ പോയാണ് മേസടി. എന്താ അപ്പൊ അതൊക്കെ വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ നമ്മള്? ഇത് എന്നതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുവിട്ട ടെക്സ്റ്റാണിത്. ഇതിൽ പറഞ്ഞത് നോക്കിയാൽ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങളെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ച് നിങ്ങൾ എഴുതിയാലില്ല. എന്നാൽ ഈ ഒരു അല്പസമയം മുമ്പ് ഇന്ന് നേരം വെക്കുമ്പം എന്നെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ച് കത്താണിത്, ലെറ്ററാണിത്, എഴുത്താണിത്. ഇതിലെന്താണ് വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ പറയുന്നത്? ഞാൻ അതിന് റെഡി ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്നതിൽ ആഡ് ചെയ്ത്. പിന്നെ നിങ്ങൾ എന്താണ് വിഷയത്തിൽ ഊന്നി സംസാരിക്കാൻ മേശടണം, തിരിണ കസാല വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് നിങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ? ആളുകൾക്ക് ഇത് തിരിയില്ലേ? ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. നിങ്ങളെ ആ സാവിയത്ത് സൂഫിയയിൽ വെച്ചാൽ നിങ്ങൾ കുറെ വോയിസ് കൂടെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരും കേൾക്കണില്ലേ? അതുപോലെ എല്ലാവരും കേട്ടോ. നിങ്ങൾ എന്തായാലും ബേജാറാവണേ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നിങ്ങളെ അടക്കം എല്ലാ വോയിസും എല്ലായിടത്തും എത്തിക്കാൻ ഞാൻ റെഡിയാണ്. അത് നിങ്ങൾ ബേജാറാവണ്ട. എന്തെങ്കിലും ഇതിനെ സംസാരിക്കാൻ അത്ര പേടി വല്ലാത്തൊരു കോളായി. ഏതായാലും ഇനി കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. നിങ്ങളതിന് കിട്ടൂല, എനിക്കറിയാം. പണ്ട് ഇതേമാതിരി നിങ്ങൾ എന്നെ ഒരു അഹ്ലുസുന്നൽ ജമാഅന്നോ ഏതൊരു ഗ്രൂപ്പ് കൊണ്ട് ആഡ് ചെയ്തിട്ട് ഞാൻ അവിടെ നിങ്ങളെ ഇതുപോലെ ഞാൻ വെല്ലുവിളിച്ചതാണ്. പക്ഷേ നിങ്ങളതിന് കിട്ടൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വെറുതെ ഇനി സമയം കളഞ്ഞില്ല. തൽക്കാലം മഅസ്സലാമ, ഞാൻ പോവാണ്. നിങ്ങൾ റെഡി ഉണ്ടോ? എപ്പോഴാണോ ഞാൻ ഈ വെച്ച ആ 2 മിനിറ്റും 1 സെക്കൻഡുള്ള ആ വോയിസിന് മറുപടി ആയിട്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്നോട് എപ്പോഴാണോ സന്നദ്ധനാകുന്നത് അപ്പം നിങ്ങൾ വിളിച്ചോളി. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ വരണ്ടേ. നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഗ്രൂപ്പൊന്നും പോകണ്ട, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ ആയിക്കോട്ടെ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഈ നട്ടപാതിരി കുറത്തണം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു മുറുക്ക് ഇറക്കണില്ല. ഇന്ന വലിയ ആൾക്കാരായാണ്ട് ചർച്ചയിൽ ഊന്നി വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാണ്ട് പാളെ പറ്റിക്കുക. ഇത് നിങ്ങൾ പഠിച്ച് ഇതാണോ നിങ്ങൾക്ക് നിങ്ങൾ ശേഖ് പഠിപ്പിച്ചെന്നെ? നേരം പോലത്തെ ഇതുവരെ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ലെവലായി എൻ്റെ വൈക്ക് വരും, സംസാരിക്കാൻ റെഡിയാകും, നിങ്ങൾ ആളെ കൊണ്ടുവരും എന്ന് കരുതിയിട്ട് ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി വലിയ സമയം ചെലവഴിച്ച് എന്നിട്ട് നിങ്ങൾ അവസാനം വീണ്ടും തിരണ കസാലും വട്ടമേശം പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ചെയ്യാം? അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. മജീദ് ഹസനെ പോലുള്ള ആളുകൾ ചിരിക്കുക എന്ന് പറയാൻ പറ്റില്ല, ഇളിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. ഇലിമ്പിയറായിട്ടുള്ള ആ ഒരു ഇളി ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊന്നും ഒരു സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നൗഷാദ് ഹസൻ ഇന്ന് ഉന്നയിക്കുന്ന വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കാനോ അതല്ലെങ്കിൽ അത് ആവശ്യാസ്പദമായിട്ട് ഒരു മുഖാമുഖങ്ങളിലോ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോഴോ പേടിച്ചു ഓടുന്ന ഒരവസ്ഥ, ഈ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അതും AP വിഭാഗത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ ലജ്ജ തോന്നാണ്. ആരാണിപ്പത്? നമ്മൾ സെൻഫീർ ആണല്ലത്. അൽഹംദുലില്ലാഹ് ഏതായാലും സെൻഫീർ തീരുമാനമാക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. സെൻഫീറോ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ വരെ ഇതിൽ കൊടുന്ന ആടിയതാണ്. വിഷയത്തിൽ ഊന്നിയ ചർച്ചയ്ക്ക് വേണ്ടി ഈ വിഷയം എന്താണെന്നുള്ളത് ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നതിൽ ആടിയതാണ്. നിങ്ങൾ ആ മൂന്നിൽപ്പെട്ട ആരെങ്കിലും ഒരാളൊന്ന് കൊണ്ടുവരുമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പിന്നെ വോയിസിൽ വന്നത്. ഞാൻ സംഭവം ഇവിടെ നിർത്തി പോയതായിരുന്നു. പക്ഷേ സെൻഫീറിനെ കണ്ടുകൊണ്ട് വീണ്ടും വന്നതാണ്. ഒന്ന് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ മറ്റേ വിഷയങ്ങളൊക്കെ ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കേട്ടാൽ മതി. പിന്നെ പുറത്തിറങ്ങിയുള്ള സംവാദം, പരസ്യ സംവാദം, അതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അതിനെ പറ്റിയൊക്കെ ഞാൻ മേലെ ശരിക്കും പറഞ്ഞു. എൻ്റെ വോയിസുകൾ കേട്ടത് നിങ്ങൾ ഓരോരുത്തർ വന്നാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് പറയാനുള്ള അത് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മേലെ പറഞ്ഞത്. അതിനൊക്കെ മറുപടി ഇപ്പം എനിക്ക് കിട്ടണ്ടേ. നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് കൊണ്ടുവരുമോ? ഞങ്ങളെ വോയിസ് കേട്ടോണ്ടാണ് ഞാൻ പിന്നെ വന്നത്. സെൻഫീറാകുമ്പോൾ ആരെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിക്കും എന്നുള്ള എന്നെ രാവിലെ മുതൽ ഇതിൽ പറയാൻ തുടങ്ങിയതാണ്. ഇതുവരെ അത് സ്വീകരിച്ചിട്ടില്ല. ഇന്നെ കൊണ്ടുവന്നതാണെങ്കിലോ വിഷയത്തിൽ ഊന്നിയ ചർച്ച ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എന്നോട് ആഡ് ചെയ്ത് ഇപ്പൊ ഇവർ പറഞ്ഞ വട്ടമേശ ഇടണം, തിരുണ കസാല ഇടണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സെൻഫീർ ഇടപെട്ടിട്ട് ഒന്ന് ഏതെങ്കിലും ഒരാളൊന്ന് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലും ചർച്ച ചെയ്യായിരുന്നു. മജീദോ, സെൻഫീർ ഇവിടെ വന്നാണ്ടേ നിങ്ങളെ വോയിസിന് അപ്പൊ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങളെ ഈ ഗ്രൂപ്പ് വന്ന ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ന്യായങ്ങളെ അതുപോലെ പൊളിച്ചാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞെന്ത് നൗഷാദ് ഹസനെ മാറ്റി പറയുന്നു, അതുകൊണ്ട് നാളെ ഒരു സംവാദം നടക്കുമ്പോൾ ഞാനത് പറഞ്ഞ ജഹാലത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങൂല, അല്ലെങ്കിൽ അതുകൊണ്ട് ടൈം വേസ്റ്റ് ആവില്ല എന്നാ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൗഷാദ് ഹസൻ ഇന്ന് ഈ 10-12 കൊല്ലക്കാലമായിട്ട് നിങ്ങളെ
അല്ലെങ്കിൽ 10-15 വർഷങ്ങളായിട്ട് നിങ്ങളെ ആളുകളെ ഈ സമൂഹത്തിലിട്ടിട്ട് ഇത്രയും വലിയൊരു മുശാവറയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന നൗഷാദ് ഹസനി ഈയെ ഒതുക്കാൻ ആ ഒരൊറ്റ സെക്കൻഡ് പോലെ നിങ്ങൾക്ക് ആ നൗഷാദ് ഹസനി സംവാദത്തിൽ വന്നിട്ട് പറയുന്നു എന്ത് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ജഹാലത്താണ് അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അതൊന്നും കൂട്ടൂല എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ. പിന്നെ അവിടെ അങ്ങനെ സംവാദം വേറെ നടത്തേണ്ട ആവശ്യമില്ല. ഒന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സെൻഫീർ മൈന് റെഡി അല്ല അർത്ഥം. എന്താ ചെയ്യാ, 10-15 കൊല്ലം എന്തെങ്കിലും ഒരു ഞാൻ അതൊക്കെ രാവിലെ പറഞ്ഞ ഒരു കല്ലിന്റെ ഒരു പൊട്ട് ഇളക്കങ്ങളെ കൊണ്ട് കഴിഞ്ഞോ, ഈ നൗഷാദിനെ കൊണ്ട് കഴിഞ്ഞോ, അല്ലെങ്കിൽ കുരുവട്ടൂരികളിൽ നിന്ന് ആരോടെങ്കിലും കഴിഞ്ഞോ, ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാ എന്നോട് ഞാൻ നേരം വെളുത്ത മുതലേ ഇതുവരെ ഇതിൽ ചോദിക്കണതാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊണ്ട് അവിടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ ധൈര്യമില്ല, വരാൻ ധൈര്യമില്ല, പിന്നെ എന്താ ചെയ്യാ? നിങ്ങൾ അത് വലിയ വർത്താനം പറഞ്ഞു നടക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രതീക്ഷ എനിക്ക് സെൻഫിയറിൽ ഉണ്ടായി, ആരെങ്കിലും ഒരാളെ കൊണ്ടുവരും, ചർച്ച തുടരും എന്നൊക്കെ. പക്ഷെ ആ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേറ്റ്. അതുകൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണോ അതിന് റെഡി ആകുന്നത് ആ സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ വരും. അപ്പോ ഈ ഉടായ്പൊക്കെ പറയുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ആൺകുട്ടികളെ പോലെ എന്ത് ചെയ്യും? ഈ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളോട് പ്രതികരിക്കുന്നതൊന്നും ഉസ്താദ്മാരല്ല, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. നിങ്ങളെ ഒതുക്കാൻ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മതി, ഇതിന് ഉസ്താദ്മാരൊന്നും വേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് കിതാബിയായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും മറ്റൊക്കെ ഈ സമൂഹത്തിൽ ഇത്രയും വലിയ വിവാദങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കിതാബിയായിട്ടുള്ള ഒരു ചർച്ച ആയതുകൊണ്ട് അത് ഈ വാട്സപ്പിൽ മാത്രം ഒതുങ്ങിയിട്ട് അത് നിങ്ങൾ അതിന്റെ ക്ലിപ്പുകൾ ലോകത്തൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും അതിലൊക്കെ പരിമിതികളുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ സംവാദം നടത്തിയതാണ് ഓൺലൈനിൽ. എന്താണ് ഇത്? എന്ത് ഉടായിപ്പാ? ഇന്ന് രാവിലെ ഇതിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്ത് എന്തിനാ? വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് റെഡി ആയിട്ടാണ് ഞാൻ വന്നത്. എന്റെ വിഷയം എന്താണെന്ന് 2 മിനിറ്റും 1 സെക്കൻഡുള്ള വോയിസ് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. അതിൽ ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകളെ കൊണ്ടുവരുന്നത് നേരം പോലത്തെ ഇതുവരെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് ഉടായിപ്പാണെന്ന്. എന്തെങ്കിലും ഞാൻ ചോദിക്കണില്ല, എന്താ ഇതിനൊക്കെ പറയാം. ഇപ്പൊ എന്നോട് ചോദിച്ചാ ഉടായിപ്പാണോ? വല്ലാത്തൊരു കോലം. ഏതായാലും സെൻസറ ഇത് ഞാൻ ഒരാളെ കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചിനി, അതും നടന്നില്ല. ഓക്കെ എന്നാല്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സംവാദങ്ങൾ ഇവിടെ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അത് ഞങ്ങൾ ഓൺലൈൻ സംവാദത്തിന് തയ്യാറാവാത്തതിന്റെ ഒരു പ്രധാന കാരണം, പണ്ട് പയ്യോടി അഷ്റഫ് ബാക്കവി നേൽ വിഷയത്തിൽ സംവാദം തയ്യാറായി, അങ്ങനെ എന്ത് ചെയ്തു, സംവാദത്തിന് തയ്യാറായിട്ട് വ്യവസ്ഥ ചെയ്താനും മറ്റൊക്കെ വന്നു. അയാൾ എന്തായി ലാസ്റ്റ് ഫോണിൽ ബാറ്ററി തീർന്നു എന്നും പറഞ്ഞിട്ട് സ്ഥലം വിട്ടതാ. സുഹൃത്തിന്റെ വാപ്പ മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അതും ഒരു കാരണം. അപ്പൊ ഇങ്ങനത്തെ സാങ്കേതികത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാം. നിങ്ങളാരാ സംവാദത്തിന് ഈ വോയിസിൽ വന്ന ആളാരാന്നൊരു വീഡിയോ കാര്യങ്ങളോ ഇതൊന്നുമില്ല. അതേ സമയത്ത് നമ്മളൊരു സദസ്സിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ലൈവ് സംവിധാനങ്ങളും ഇതൊക്കെ അവിടെ നടക്കും. നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ മനസ്സിലായില്ല എന്താണെന്ന്? ഇതിനാണ് ഉടായ്പ എന്ന് പറയാം. ഏതോ ഒരാൾ സംവാദത്തിന് വന്നപ്പോ ബാറ്ററി കഴിഞ്ഞ് ഓൺലൈൻ സംവാദത്തിന് വന്നപ്പോ അതുകൊണ്ട് ഇനിയില്ലാന്ന്. എന്ത് ആദർശം ആരെ മുമ്പിനും ഏത് സമയത്ത് ചാൻസ് കിട്ടിയാൽ പറയണ്ടേ? ഇപ്പൊ നല്ലൊരു ചാൻസ് അല്ലേ നിങ്ങൾ ആദർശങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ? ഞാനിതാ നേരെ മുക്കുമ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ആദർശം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചങ്കൂറ്റില്ലാത്ത സ്റ്റേജിൽ കയറിയിട്ട് വൺ സൈഡായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. എന്തെങ്കിലും അതിന് ചങ്കൂറ്റില്ലാത്ത. അതാണ് പണ്ടുപോലെ കുട്ടികളെ ഒന്നില്ലല്ലോ, എന്തോ ചട്ടി മാത്രം കുടിക്കും കസാരയൊക്കെ കൂടി തൊഴിലേറ്റാണ്ട്. അന്ന് ചോദിച്ചിട്ടുണ്ട് സംശയം ചോദിക്കാൻ അവസരം തരുമോ? അന്ന് എന്താ പറഞ്ഞത്? ഇവിടെ മുഖാമുഖല്ല എന്നാന്ന് പറഞ്ഞത്. അതാ പറഞ്ഞത്. നേരിട്ട് വരുമ്പോ അങ്ങനെ പറയാം. നേരിട്ട് നമ്മൾ റെഡി ആയിനി, ഇവിടെ കുട്ടികൾ വന്നേ. അപ്പൊ എഴുതി വിട്ടെന്താ ഇവിടെ മുഖാമുഖം അല്ല. ആര്? നിങ്ങളെ നൗഷാദ് മൗലവി തന്നെ. എന്നിട്ട് ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നേരിട്ട് വരുമ്പോ അപ്പൊ പറയാം ഇവിടെ അതിന് പറ്റിയതല്ല, അത് ജഹാലത്താണ്. അത് ഞാൻ അന്ന് ജഹാലത്ത് പറഞ്ഞേനി, അതിപ്പോ ഇവിടെ ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒടി പിടിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സെൻഫീർ ആരെങ്കിലും ഒരാളെ നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കണ്ടേ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ രാവിലെ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. നിങ്ങൾ അപ്പോൾ തന്നെ റെഡിയാക്കിയാൽ മതി. പറഞ്ഞ് ഒക്കെ ശരിപ്പെടുത്തിയാണ് നിങ്ങൾ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഇത് കണ്ടില്ലേ, കൊട്ടുക്കരയിൽ വന്നപ്പം എന്റെ നാട്ടില് ചട്ടിമാത്തോടത്ത് വന്നപ്പം അന്ന് ചോദിച്ചതാ നൗഷാദ് മൗലവിനോട്, കൊട്ടുക്കരയിൽ ചോദ്യത്തിന് അവസരം ഉണ്ടാവുമോ? എന്താ മറുപടി? അവിടെ മുഖാമുഖം അല്ലാന്ന്. എന്താണ്? നേരിട്ട് എന്റെ നാട്ടിൽ വന്നപ്പം ഇവിടെ ചോദ്യത്തിന് ഉത്തരം പറയോ, ചോദ്യം ചോദിച്ച അവസരം തരുമോ എന്ന് പരസ്യമായിട്ടാണല്ലോ ഇവിടെ നടക്കുക. കൊട്ടിക്കര സ്റ്റേജിൽ പരസ്യമായിട്ടല്ലോ. അന്ന് അവസരം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ? അവിടെ മുഖാമുഖം അല്ലാന്ന്. അതാ ഞാൻ പറഞ്ഞത്. അണ്ടിനോട് അടുക്കുമ്പോഴേ അതിന്റെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയെ അടുത്തെത്തി ഇവിടെ എത്തിയിട്ട് എന്റെ നാട്ടിന്റെ എന്റെ വരന്റെ അടുത്ത്. എന്നിട്ട് നമ്മള് ചോദ്യം ചോദിച്ച അവസരം തരുവി വെച്ചപ്പം അവിടെ മുഖാമുഖം തടിമുരി ആളുകളാ, മുട്ടുംകാർ വർക്കും കുറച്ച്. അതല്ലേ എളുപ്പമായിട്ട് വരാത്തതും. എന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ടാണ് ഇങ്ങനെ ഉരുട്ടിയോണ്ട് കാര്യമില്ല. മറ്റേ നിങ്ങളൊക്കെ ഒരു അശ്വനി എന്ന് പറഞ്ഞിട്ട് തലകെട്ടുമായിട്ട് അപ്പുറത്ത് കെട്ടിച്ചെടുക്കണ്ടല്ലോ. ഈ ആദ്യം ചെറിയ കുട്ടികളെ SBS മറ്റു കുട്ടികളൊക്കെ പോയി പറ്റിക്കാൻ നോക്കി ഇതൊക്കെ കാണിച്ചാണ്. ഇത് സ്ക്രീൻഷോട്ട് കൊടുത്താൽ ഇങ്ങനെ നടക്കാൻ ആ തലയെക്കെട്ട് അത്രയും വലുപ്പത്തിൽ ഒരു കെട്ടിട്ട് ഉടുപ്പുണ്ടല്ലോ തെങ്ങ എനിക്ക് ഇത്രയും ചോദിക്കേണ്ടി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാകുമോ? നിങ്ങളെ പരിപാടി ഇന്ന് പല സ്ഥലത്തും നടക്കുന്നല്ലോ, ഞങ്ങൾ ആളുകൾ വരാം, നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അവസരം തരുമോ? ഉളുപ്പിട്ടല്ലേ ചങ്ങായി എനിക്ക്? ഭാഷ സംസ്കാരമൊക്കെ മാറാൻ തുടങ്ങി. ഇതെന്താണ് നിങ്ങളെ കേട്? നിങ്ങൾ നല്ല തൊരീക്കത്താന്നുള്ളതിന് ഏറ്റവും വലിയ നമ്പർ 1 വോയിസ് ആണ് തീർത്തിട്ടൊളി. ഏറ്റവും നല്ല ഹക്കായ തൊരീക്കത്ത്, അതിന്റെ തെളിവാണ് ഇപ്പൊ ഈ വോയിസ്. തലയെക്കെട്ട് അബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിട്ടിയ സുന്നത്താക്കിയ ചങ്ങായെ അതിന് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കണ്ടേ? ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് ആളെ കൊണ്ടുവരെ. അന്ന് കൊട്ടുകരയിൽ വന്ന സമയത്ത് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടോ ചോദിച്ചിട്ട് എന്തെങ്കിലും അതിന് തയ്യാറാവാഞ്ഞേ? അവിടെ മുഖാമുഖം എല്ലാവരും എന്തെങ്കിലും മാറിയത്? എന്തുകൊണ്ട് നിങ്ങൾ അവസരം തന്നില്ല? എന്നിട്ട് നിങ്ങളപ്പം പരസ്യത്തിന് പരസ്യം പറഞ്ഞാണ്ട് എന്താണ്? നമ്മളെ മുമ്പിൽ ഒന്ന് ഞാൻ റെഡിയാണ്, കുട്ടിക്കാര്യങ്ങളൊന്ന് അവസരം തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു അവസരവും തരാതെ അവിടെ മുഖാമുഖല്ല എന്ന് പറഞ്ഞിട്ട് മാറിയ നിങ്ങളിപ്പോ എന്ത് പരിസംവാദത്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത്?
എനിക്കത് മനസ്സിലാവാത്തത്. അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ വരികയെന്ന്. എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാം. എന്നാ പിന്നെ ഞാൻ വടിയാവില്ലല്ലോ. ഇവിടെ തലക്കെട്ടിനല്ല പരിഹസിച്ചത്, തലക്കെട്ട് കെട്ടെങ്കിലും കെട്ടണം. അന്നെ പോലത്തെ പിന്നെ എന്താ പറയാ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത അന്നെ പോലത്തെ ജാഹിലിനോട് പിന്നെ തലക്കെട്ട് കെട്ടിയതിനെ കുറിച്ചിട്ടാ ചോദ്യം. ഇത് തലക്കെട്ട് കെട്ടിയതിനെ കുറിച്ചിട്ടാ, മനസ്സിലായോ? അത് വല്ല അങ്ങോട്ടേക്ക് എന്തല്ല അത് ഇതാക്കണ്ട. നിങ്ങളെ പരിപാടി തന്നെയാണ്. നിങ്ങളെ പരിപാടി ഞങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് വളച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഓ ഇവിടെ തലക്കെട്ടിനെ കുറ്റം പറഞ്ഞു, തലക്കെട്ടിനെ കുറ്റം പറഞ്ഞു പറയാൻ നടക്കുക. ഉൾപ്പെടെ ഞാൻ ഈ SBS കുട്ടികൾ മറ്റൊക്കെ പിന്നെ അല്ലെങ്കിൽ അന്നെ ദർസ് പഠിപ്പിക്കുന്ന ഏതോ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നത് പോലെ ഇവിടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് സംസാരിക്കില്ല. ഒരു സ്റ്റാൻഡേർഡ് എന്ത് അക്ഷനി എന്ന് പറയുമ്പോൾ ആ അക്ഷനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ അക്ഷനി എന്ന് പറയല്ല. എന്താണ് എല്ലാ വെള്ളം തന്നെയല്ലേ കുടിച്ചേ? ചോദിക്കട്ടെ, സംശയമാണ്. പച്ചവെള്ളം തന്നെയല്ലേ കുടിച്ചേ? വേറൊന്നുമല്ലല്ലോ. ഏതൊരു പ്രഷർ കൂടുന്നു വേണ്ട. ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ചോദിക്കണേ. ഞാൻ ഇവിടെ ഇന്നെ വിഷയത്തിൽ ഊന്നിയ ചർച്ചക്കൊന്നും പറഞ്ഞാണ്ട് ആഡ് ചെയ്തിട്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ റെഡിയായി വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതല്ലേ വീണ്ടും ആവർത്തിച്ച് ചോദിക്കണത്. വിഷയത്തിൽ ഊന്നിയ ചർച്ചയ്ക്ക് റെഡിയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരി എന്ന് ഞാൻ പറയുമ്പോൾ എന്തിനാ നിങ്ങൾ പ്രഷർ എടുക്കണേ? എന്തിനാ സംഘടന ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യം? വല്ലാത്ത കോളായി പോയി. തൽക്കാലം ഞാൻ ചൂടാകാണെങ്കിൽ, കാരണം എവിടോ കിടക്കണം എന്നെ കൊണ്ടുവന്നാണ്ട് ഇത് ആഡ് ചെയ്താണ്ട് ഇപ്പൊ എന്നെ ചതിക്കാണ്, എന്നെ വഞ്ചിക്കാണ്. വിഷയത്തിൽ ഊന്നിയ ചർച്ചക്കാരനാണ് ആഡ് ചെയ്താണ്ട് എന്നിട്ട് ഞാൻ ചൂടാകാണെങ്കിൽ തർക്കമില്ല. ഇത് ഇങ്ങോട്ട് ചൂടാകണേ എന്തിനാ അതിന്റെ ആവശ്യം? എന്നിട്ട് ഉൾപ്പെടല്ലോ അത് കൂട്ടം സ്ക്രീൻഷോട്ട് ചെയ്ത് നടക്കാൻ. നൗഷാദ് ഹസന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മുഖാമുഖല്ല. എന്നിട്ട് അതിന് ചോദ്യം ചോദിക്കാൻ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അവസരമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വിളിക്കുക അവന് ഓരോ ഇളിന്റെ കോലക്കാല. ആ ഇളി കേട്ടാൽ തന്നെ അറിയാം അന്റെ ഇളിന്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അല്ലോ ആ സ്ക്രീൻഷോട്ട് ഞാൻ വിട്ടില്ല, അത് ഒഴിവാക്കി കളി. ഞാൻ ഒഴിവാക്കി. അത് നിങ്ങളോട് കഴിയൂല. അത് ഞാൻ ഒഴിവാക്കിക്കണേ. പഠിച്ചോനെ ഞാൻ വേറെ എപ്പോഴും വിട്ടതാണ്. ആ കഴിഞ്ഞ എന്തെല്ലാം വിഷയം ഇവിടെ പറഞ്ഞു. ഇപ്പോൾ മൂപ്പര സ്ക്രീൻഷോട്ട് മേല പഠിച്ചോനെ അതിന്റെ പേടി ഇപ്പോഴും തീർന്നിട്ടില്ലേ? അത് ഒഴിവാക്കി കളി. അത് നിങ്ങളെ കൊണ്ട് കഴിയൂല. നിങ്ങൾ പരസ്യം സമ്മാദം എന്ന് പറയാനല്ലാതെ കഴിയൂല. കുട്ടികളെ വന്നിട്ട് നമ്മളത് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് വിട്ടാളേ. ആ നെട്ടലോണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസ്കാരം ഇല്ലാത്ത വാശം എന്തൊക്കെയോ വിളിച്ചാണേ. അത് ഒഴിവാക്കിയാളേ. ഞാനത് ഒഴിവാക്കി. മജീദ് നിങ്ങളെ വടിയാതെ എങ്ങനെയാണ്? നിങ്ങളൊരു സംവാദത്തിന് വന്ന് ഞങ്ങളും വന്നു, നമ്മളെ വട്ടമേശായിട്ട് ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഉസൂലൊക്കെ വെച്ചിട്ട് ഉളുപ്പുണ്ടല്ലേ ചങ്ങായി ഇങ്ങനെ പറയാൻ? ഒന്നുമില്ലെങ്കിൽ എത്ര വയസ്സായി അങ്ങനെ ചോമരമേൽ പോയി വരച്ചു നോക്കിയേ, ഒന്ന് നീളം എടുത്ത് നോക്കിയാ, അത് നോക്കിയേ, അങ്ങനെ വയസ്സൊന്ന് പിന്നെ ഈ ഒന്ന് പോയാണെന്ന് കണക്കൂട്ടി നോക്കിയേ. ഇത്രത്തോളം വിധിയായി പോയത് കേട്ടോ. മുല്യമാരാന്ന് പറഞ്ഞാണ്ട് പിന്നെ ഈ മന്തിക്കൊക്കെ ഓതി ചങ്ങായിമാർ ഇക്കാലത്തിൽ പിന്നെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അധോഗതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് വിളിച്ചു അറിയിക്കുന്നുണ്ട്. എന്നിട്ട് അതും പറഞ്ഞ് നടക്കുക. ഒരു മുഖാമുഖം അല്ലാത്തൊരു പരിപാടിയിൽ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയില്ല. എന്നിട്ടോ മുഖാമുഖം എന്ന് പറഞ്ഞ നടത്തിയ പരിപാടിയിലോ അതിൽ അവസരം കൊടുക്കാത്ത ആൾക്കാരാണ് ഈ പറയുന്നത് എന്ത് മുഖാമുഖം അല്ലാത്തൊരു പരിപാടിയിൽ അവസരം തന്നില്ലാന്ന്. എന്നിട്ട് അതും പാടി നടക്കാൻ, സ്ക്രീൻഷോട്ട് ഇട്ട് നടക്കാൻ. അന്നെപ്പോലെ പിന്നെ അത്രത്തോളം വിഡിത്തം ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലേ? അതൊക്കെ ഇപ്പൊ എന്താണ് എന്ത് ചെയ്യുന്നത് ബോധ്യപ്പെടുന്നത്? അല്ലാ, വീണ്ടും ഇങ്ങനെ തന്നെയാണല്ലോ സംസാരം പോണേ. പെട്ടെന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കൊട്ടി, ആള് പച്ച ഇതായിക്കണേ, ചൂടായിക്കണേ, പൊട്ടിത്തെറിച്ചാൻ സാധ്യത ഉണ്ട്. ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം വേഗം കൊടുക്കി, അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ചും. എന്തിനാ ഇങ്ങനെയൊക്കെ ചൂടാവേണ്ട ആവശ്യം? ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇന്ന് രാവിലെ ഇതിൽ ആഡ് ചെയ്ത വിഷയം എന്നതാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് പറ്റിയ ഒരാളെ കൊണ്ടുവരുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇങ്ങനെയൊക്കെ ചൂടായിക്കാണ്ട് എന്തിനാ വെറുതെ പ്രഷർ ഇളകിക്കാണ്ട് വല്ല അസുഖം പിടിപെടും, പിന്നെ ഇടങ്ങാറാവും. അല്ലെങ്കിൽ തന്നെ ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല. മുഖാമുഖത്തിന് ഞാൻ ഇവിടെ കുട്ടിക്കര ഈ നിങ്ങൾ നൗഷാദ് മൗലവി വന്ന സമയത്ത് സംശയം ചോദിക്കാൻ അവസരമുണ്ടോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവിടെ മുഖാമുഖം അല്ലാന്ന് പറഞ്ഞ് മാറേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങൾ പരസ്യ സമ്മാനത്തിന് വെല്ലുവിളിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആ സമയത്ത് ഇന്നെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സംഭവമായിരുന്നല്ലോ. പരസ്യമായിട്ട് തന്നെയല്ലേ. എന്താ അവിടെ കൊളാവാൻ, എന്താ അവിടെ പ്രശ്നം ഉണ്ടാവാൻ? ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒറ്റയടിക്ക് അവിടെ മുഖാമുഖം അല്ലാന്നല്ലേ പറഞ്ഞേ. എന്താ സംശയം? പിന്നെ എന്തിനാ അങ്ങനെ ചൂടാവണേ? ഹലോ മിസ്റ്റർ അടി, ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തന്നെ. അതാ എൻ്റെ പ്രശ്നമല്ലേ ചങ്ങായി. ഈ കൂട്ടുകാരെന്ന് കുറച്ചടുത്തല്ലേ ഈ കൊണ്ടോട്ടി എന്ന സ്ഥലം. അവിടെ ഞങ്ങൾ കഴിഞ്ഞിട്ട് പരസ്യമായിട്ട് മുഖാമുഖം വെച്ചിരുന്നു. ആർക്കും വേണമെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് എൻ്റെ പേരെടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞു വന്നോളി. എന്തേ ധൈര്യമില്ല? ഞാൻ ധൈര്യം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് മറ്റേ കാരണവരുണ്ടല്ലോ അവിടെ, ഔലിയാക്കെതിരെ മാത്രം സ്നേഹിക്കാൻ ഇറങ്ങിയ സാധനം. എന്തേ ധൈര്യമില്ല? വന്നില്ല ചോദിക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഓരോ മശായിക്കന്മാരെ കുറിച്ച് നോണയും പറഞ്ഞ് നടക്കുക. ചോദിക്കാൻ അവസരം ആണത്തോടു കൂടി ചോദിക്കാൻ പറ്റണം. അതാണ് ധൈര്യം എന്ന് അറിയണേ. എന്നിട്ട് അന്ന് അവസരം തന്നില്ല, ഇന്ന അവസരം തന്നില്ല എന്ന് അറിയില്ല. കൊണ്ടോട്ടിന് ശേഷം മുഖാമുഖം വെച്ച് വെല്ലുവിളിച്ചിന് ഉള്ള എല്ലാ ഗ്രൂപ്പിലും ഇട്ടിന്. എന്തേ എവിടെയും എവിടെ പോയി അന്ന് ഈ ആണത്തൊക്കെ? എന്താണ് ഇയാളെന്നപ്പോൾ രാവിലെ ഒന്നാം തീയതി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താണ് പോയത്. ഞങ്ങൾ എന്നാലും ഈ മൂന്നിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ കൊണ്ടുവരും വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കേന്. ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പരസ്യം തരാണല്ലോ. എന്താ ഇപ്പൊ ഇതിനൊക്കെ ചെയ്യാം? വല്ലാത്തൊരു കോളായി. കൊട്ടുകര വന്നിട്ട് അവിടെ ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ മുഖാമുഖല്ല എന്ന് പറഞ്ഞ് തടി ഒരു ആളുകൾ ഇനി കൊണ്ടോട്ടിക്ക് വന്ന അവസരം തരുന്നു പറഞ്ഞേ. അവിടെയൊക്കെ റെഡിമെയ്ഡ് ആളുകൾ ചോദിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചാണ്ട് അലിക വന്നിട്ട് എന്താ സംഭവിച്ചത്? അയാൾ ചോദിക്കാൻ സമ്മതിച്ചു മര്യാദക്ക്? അയാളെ മര്യാദക്ക് ചോദിക്കാൻ സമ്മതിച്ചോ? എന്നിട്ട് നിങ്ങൾ നമ്മളെ ചോദിക്കാൻ അവസരം അത് അനുഭവിച്ചത് കൊണ്ടാ കുട്ടികളെ ഞങ്ങളാ പറഞ്ഞ് കൊണ്ടോട്ടിക്ക് വരാഞ്ഞത് കുട്ടികളി. ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവരിങ്ങള് എന്തെങ്കിലും വരണില്ല. നിങ്ങൾ വിളിച്ചിട്ട് വരണില്ലേ? എന്നാ പേട്ടി പൂട്ടിയച്ചാണ്ട് വല്ല കടന്നോളിയോളി. ഞങ്ങൾ വിളിച്ചിട്ട് ആരും വരുന്നില്ല, ഒരു മൂന്നാളെയും സമ്മതിക്കണില്ല. ഇങ്ങനെയാണെങ്കിൽ പൂട്ടിയച്ചാണ്ട് കടന്നോളിയോളി. ഫാൻ ലൈറ്റ് കണ്ട് ഓഫാക്കിയാളി. വെറുതെ അത് തുറന്നു തുറന്നിട്ട കാര്യം. ഇതിന്റെ ലക്ഷ്യം തന്നെ എന്താ എഴുതിച്ചേ? ആധികാരികമായിട്ട് വിവാദങ്ങളിൽ ഇടപെടുന്ന പറഞ്ഞാണ്ട്. ഇതാ ഇടപെടല്? ഈ ഒരു ഇടപെടലാത് എന്ത് ആധികാരിക അതൊക്കെ? അല്ല, നിങ്ങളിപ്പോ കുട്ടുകാരുണ്ടോ? അതോ എവിടെയാണ് നിങ്ങളുള്ളത്? നമ്മൾ പണ്ട് വരാം. എന്നിട്ട് നേരിട്ട് ചർച്ചക്കുള്ള വഴികൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാം. എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ടത്, എവിടെ പരിപാടി ഒക്കെ എന്നൊക്കെ അന്ന് പറഞ്ഞാണ്.
എന്താ ചങ്ങയ്യെ, ഇവിടെ കുട്ടികളെ വന്നിട്ട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ട് അതിന് സമ്മതം തരാതെ നിങ്ങൾ കുട്ടികളെ അവിടെ ഉള്ള ഇവിടെ ഉള്ള വെച്ചാൽ എന്ത് നിങ്ങൾ ആരെങ്കിലും പേടിപ്പിച്ചണേ? ഞാൻ ഇവിടെ ഏത് വിഷയം ഇപ്പൊ ചർച്ച ചെയ്യാൻ റെഡി ആയിട്ടാണ് ഞാൻ വന്നത്. ഇന്നെ രാവിലെ ഞങ്ങൾ പറഞ്ഞാൽ ആഡ് ചെയ്ത് റിവിനെ പൊച്ചുണ്ടാക്കുക. ഇപ്പൊ കുട്ടികളെ അവിടെ ഇവിടെ വെച്ചാൽ ഉത്തർക്കുക. നിങ്ങൾക്ക് ഇതിന് കഴിയില്ല. വേ ലൈറ്റ് ഓഫാക്കി ഫാൻ ഓഫാക്കാണ്ട് കറണ്ട് ബില്ല് കൂടണ്ട, വേ നടക്കിയാതെ നല്ലേ. എന്താ ഉസ്താദ് നിങ്ങൾ പരിണതി? അലിഖാൻ വന്നിട്ട് ചോദിക്കാൻ സമ്മതിച്ചു എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് അറിയാം അലിഖാൻ വന്നിട്ട് ചോദിക്കാൻ സമ്മതിച്ചു. നിങ്ങൾ പോയി പെരിന്തൽമണ്ണ ഒരു ആക്സിഡന്റ് വന്നിരുന്നല്ലോ, മുമ്പ് എത്ര പ്രാവശ്യം ചോദിച്ചു, എത്ര മണിക്കൂർ പോയി ചോദിച്ചു, അതൊക്കെ ഇപ്പോൾ വീഡിയോ അല്ലേ? അതിന്റെ കറക്റ്റ് ഉത്തരവ് മുമ്പ് കൊടുത്തില്ലേ? നിങ്ങൾ എവിടെ ഇനി കാണാനില്ലേ? നിങ്ങൾ അലിഖാൻ വന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ വരോ? അല്ല, ആൾ പിന്നെ മാറിയല്ലോ. എന്തെങ്കിലും ഇങ്ങനെ ആൾ മാറി കളിച്ചണേ? ആരെങ്കിലും ഒരാളെന്ന് പറയുന്നത് എല്ലാവരും കൂടി ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാം? വല്ലാത്തൊരു കഷ്ടമായി. നിങ്ങളിപ്പോ ലാസ്റ്റ് ഇതിന്റെ ആ അവസാനത്തെ വോയിസാ. ഇനിയിപ്പോ ഞാൻ ഇന്ന് ഇതിൽ വോയിസ് കൊള്ളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2 മിനിറ്റും 1 സെക്കൻഡുള്ള ആ വിഷയം വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആ 3 ഏതെങ്കിലും ഒരാൾ അവിടെ കൊണ്ടുവരാൻ തയ്യാറുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ് വിളിച്ചോളി, ഞാൻ വരട്ടെ. അല്ലാതെ വേറെ വെറുതെ വർത്താൻ പറഞ്ഞിട്ട് കാര്യം. നിങ്ങൾ ഇങ്ങനെ 10-15 ആൾക്കാർ ഇങ്ങനെ നിൽക്കാതെ വോയിസ് ഇടാം, എന്ത് കാര്യമുള്ളത്?